പശുവിനെ നോക്കാൻ പോലും അർഹനല്ലാത്തവൻ എങ്ങനെ കസ്റ്റംസ് ഓഫീസറായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും പൊട്ടനായ കസ്റ്റംസ് സൂപ്രണ്ടാരാണ് കസ്റ്റംസ് കമ്മീഷണർ. അവനെതിരെ ശക്തമായ നടപടി വേണം. നമസ്കാരം. സ്വർണ്ണക്കടത്തെന്ന് സംശയിച്ച് യാത്രക്കാരന്റെ 48 ലക്ഷം രൂപ വിലയുള്ള ആഡംബര വാച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചതായി പരാതി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:45 ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായ മംഗലാപുരം സ്വദേശി മുഹമ്മദ് ഇസ്മായിലിനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ 48 ലക്ഷം രൂപ വിലയുള്ള ആഡംബര വാച്ചാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചുറ്റിക കൊണ്ട് അടിച്ചു തകർത്തത്. വാച്ചിനുള്ളിൽ സ്വർണം കടത്തുന്നതായി സംശയം തോന്നിയതിനാലാണ് വാച്ച് തുറന്നു പരിശോധിച്ചതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ എന്ന വ്യക്തിയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഇക്കാര്യം പുറംലോകത്ത് അറിയിച്ചത്. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായും KM ബഷീർ പറഞ്ഞു. ഒരു വാച്ചിനുള്ളിൽ എത്ര കിലോ സ്വർണം കടത്താൻ കഴിയുമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വാച്ചിനുള്ളിൽ സ്വർണം കടത്തുന്നതായി സംശയമുണ്ടെങ്കിൽ തന്നെ വിദഗ്ധരായ ടെക്നീഷ്യന്മാരെ വിളിച്ചു വരുത്തി പരിശോധന നടത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് വാച്ച് നഷ്ടപ്പെട്ട മുഹമ്മദ് ഇസ്മായിൽ വ്യക്തമാക്കി. കരിപ്പൂർ പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എയർപോർട്ട് അതോറിറ്റിക്കും കസ്റ്റംസ് സൂപ്രണ്ടിനും മുഹമ്മദ് ഇസ്മായിൽ പരാതി നൽകിയിട്ടുണ്ട്. 48 ലക്ഷം രൂപയുള്ള വാച്ച്, അതിന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറയുന്നു. ഒരു വാച്ചിനകത്ത് എത്ര കിലോ സ്വർണം കയറും? ഇത്രയും വില 48 ലക്ഷം രൂപയുടെ വാച്ചിൽ തന്നെ ഡയമണ്ടും ഗോൾഡിന്റെ അംശങ്ങളൊക്കെ കാണും. അതിന് കസ്റ്റംസിന് വേണമെങ്കിൽ പിടിച്ചെടുക്കുക, അത് റെസിപ്റ്റ് കൊടുക്കുക, നിയമപരമായ നയപരമായ നടപടിക്രമങ്ങളിലൂടെ കേസെടുക്കുക, അതിന് ഡ്യൂട്ടി അടക്കുക. എന്നിട്ട് ഈ വാച്ച് 6 കഷ്ണം മുറിച്ചു. വാച്ചിന്റെ ഉള്ളിൽ സ്വർണ്ണം കള്ളക്കടത്തുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ടെക്നീഷ്യനെ വിളിച്ച് വാച്ച് അയപ്പിക്കണം. അല്ലാതെ കസ്റ്റംസ് ഹാമർ വെച്ചിട്ട് തകർക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും പൊട്ടനായ കസ്റ്റംസ് സൂപ്രണ്ടാരാണ് കസ്റ്റംസ് കമ്മീഷണർ. അവനെതിരെ ശക്തമായ നടപടി വേണം. പശുവിനെ നോക്കാൻ പോലും അർഹനല്ലാത്തവൻ എങ്ങനെ കസ്റ്റംസ് ഓഫീസറായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊരു അത്ഭുതമാണിത്! യാത്രക്കാരുടെ കൈവശമുള്ള വാച്ചിൽ സ്വർണ്ണക്കടത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വാച്ച് അടിച്ച് പൊട്ടിക്കുന്നത് ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം ബഡ്കൽ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ നൽകിയ വാച്ചാണ്. 5 വർഷം പഴക്കമുള്ള വാച്ചാണ്. എന്തായാലും ഈ വാച്ച് അടിച്ച് പൊട്ടിച്ച് 5-6 പീസാക്കി മാറ്റി. അതിന്റെ കേസ് ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനുണ്ട്. SP-യുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ അറിയപ്പെടുന്ന വക്കീലായ അഡ്വക്കേറ്റ് അക്ബർ. വാച്ചിന്റെ യഥാർത്ഥ രൂപം ഇതാണ് യഥാർത്ഥ രൂപം വാച്ചിന്റെ. ഇത് അവർ ഉള്ളിൽ ഗോൾഡ് ഉണ്ടെന്ന് അലജ് ചെയ്തിട്ട് നേരെ ഈ ഒരു തരത്തിലേക്ക് മാറ്റി മുറിച്ചിട്ട് ഇത്രയും കഷ്ണങ്ങളാക്കി മാറ്റി അടിച്ചു പൊട്ടിച്ചിട്ട് എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുകൊടുക്കാതാണ് നിങ്ങളെ വാച്ച് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം 8 മണിക്കൂറോളം എയർപോർട്ടിന്റെ ഉള്ളിൽ മെന്റലി അതുപോലെ തന്നെ ഫിസിക്കലി ആക്ഷേപം അനുവദിച്ചിട്ട്